ഇതാണ് മക്കളെ നമ്മളെ കാന്താരി മുളക്. ഈ മുളക് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തായാലും എനിക്ക് അറിയണത് ഞാനിവിടെ പറഞ്ഞുതരാം. ദിവസം ഒരു 4-5 മുളക് കഴിക്കണോണ്ടാക്കണ ഒരു കുഴപ്പമില്ല. കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല, അത് ആപത്താണ്. വലിയ മുളകിനെക്കാട്ടിലും ഒരുപാട് ഗുണകരമുള്ള മുളകാണ് ഈ കാന്താരി. ആൾ ചെറുതാണെങ്കിലും എരിവിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെ കേട്ടോ ഈ മുളക്. പഠനങ്ങൾ തെളിയിച്ചെന്ന് പറഞ്ഞാൽ ഇത് കാര്യമായിട്ട് കൊളസ്ട്രോൾ കുറക്കാൻ പറ്റുമെന്നൊക്കെ പറയണത്. പിന്നെ ബ്ലഡ് ക്ലോട്ടിങ് കുറക്കാനും പറ്റും. എന്താണ് മുളക് പറിക്കാൻ ഇറങ്ങിയാണ്, അല്ല കാന്താരി. അപ്പോൾ കുഞ്ഞു ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് കണ്ടകൾ നിറച്ച് മുളകാണിത്, കണ്ടോ? അപ്പോൾ ആവശ്യത്തിന് മാത്രമേ നമ്മൾ പറിക്കണുള്ളൂ. ഇപ്പം നല്ല മൂത്ത മുളകുണ്ട്, പക്ഷെ ഇത് പറിച്ചിട്ടില്ലെങ്കിൽ ഇത് കേടൊന്ന് പോവുകയും ചെയ്യും. ഇത് പുഴവക്കിന് ചാരിയാണുള്ളത്. ഈ മണ്ണിലാക്കണേ എന്തും വിളയും, അതാണ് ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത. ഇതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാലേ ഈ മുളക് പഴുത്തു പോകും. അപ്പോൾ നമ്മൾ മൂത്ത് നോക്കിയിട്ട് പറിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ BP കുറക്കാൻ ഇത് നല്ലതാട്ടോ. അതാണ് ഇവിടുത്തെ മണ്ണ്. ഇതിലൊരുപാട് വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ C അടങ്ങിയിട്ടുണ്ട്, വിറ്റാമിൻ B ഉണ്ട്, അങ്ങനെ ഒരുപാട് വിറ്റാമിൻ ഉണ്ട്. ഇതിപ്പോൾ അമ്മ പറഞ്ഞതാണ് മുളകുണ്ടെങ്കിൽ കൊണ്ടുവരുമെന്ന്. അപ്പം അങ്ങനെ കയറി നോക്കിയാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് തൈകളുമുണ്ട്. ഇത് കൂടുതൽ കഴിച്ചാൽ അൾസറുള്ളവർക്ക് പെട്ടെന്ന് അൾസർ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും കഴിക്കരുത്. പിന്നെ ഗ്യാസ് ട്രബിളിന് പറ്റും, വിശപ്പില്ലായ്മ, ഇതിനൊക്കെ ഇത് കഴിക്കട്ടോ. 4-5 ഈ മുളക് നമ്മൾ കറിയിലിടുകയാണെങ്കിൽ ഒരു 4 മതി, അത്രയും എരിവേ കാരം ഉണ്ടോ. ആ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ ആ മുളക് പറിച്ചത്. അവിടെ ഉണ്ട് ഒരു തൈ, ഒരു 4-5 തൈ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെ പുഴ കണ്ടില്ലെന്ന് കരുതണ്ട, ഇതാണ് നമ്മളെ പുഴ, ചാലിയാർ. ഇപ്പോൾ ഇത്രയുള്ള ഈ മുളകിനെ പറ്റി പറയാനുള്ളത്. നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പറിച്ചെടുത്തിട്ടുണ്ട്. ചെന്നിട്ട് വേണത് ഒന്ന് സുർക്കലിടാൻ. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിലും ഇപ്പം എന്ത് മീൻ പൊരിക്കുകയാണെങ്കിലും ചിക്കൻ വെക്കുകയാണെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും ഇലക്കിടാം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. മുട്ട 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 ഒന്ന് ചവിട്ടി പൊട്ടിച്ചണം നിങ്ങളുടെ. ഇതാകെ തകർത്താണ്. കുട്ടികളിലാണോ അറിയില്ല, ഇത് കുട്ടികളെന്തോ ഉണ്ട് ഇതിൽ. എന്തായാലും തകർത്ത് കളഞ്ഞേ. ആ കുട്ടികളൊക്കെ പാടെ ചവിട്ടി കൂട്ടി കൊന്നാളി. ഇവിടെ ഒരാൾ പേടിച്ച് പൊക്കി കിടക്കുകയാണ്. എന്താ നിങ്ങൾ വേണ്ടേ? ആര് വേണമെങ്കിൽ ഇട്ടല്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് അരി വെക്കണ കറക്റ്റായിട്ടുള്ള സ്ഥലം അറിയാം, അതാണ് ഈ കാട്ടി കൊടുക്കുന്നത്. ചാക്കടക്കം മറച്ചിട്ടാണ്.
മഴവിൽ കൊതുമ്പിലേറി വന്നു. ചെവിന്റെ വറ കണ്ടിട്ടോ എരിയുണ്ടാകെ ഈ പാട്ട് കണ്ടോ വെച്ച് നോക്ക് വട കണ്ണരാക്കല്ല എന്താ പറ്റിയ കുരുപ്പം കൊണ്ടിട്ട് ആടന്ന് നിങ്ങളെ ശരിക്കും പിടിക്കും. ഈ ഭാഗത്തുണ്ട് ചാക്കാട്ട്. ഈ കറുത്ത പൂവായിട്ട് നടന്നാൽ മതി, ഇന്ന് ചുവന്ന പൂവില്ല. പിന്നെ മേക്കപ്പാണ്. ഇത് മറ്റേ രാക്ഷസിന്റെ പോലെയാണോ? ഈ പൂവോ മറച്ചൊക്കെ ഈ പൂവോ മറച്ചൊക്കെ ഇവിടെ ഈ പാട്ടുണ്ടോ? ഇവിടെ പൂ കൊണ്ടിട്ട് ബേക്ക് ഭാഗം മുറിയുണ്ടാടാ. അടോക്ക് അടോന് ആ ചോന്നൊക്കെ ഇതോ അത് മുറിയുന്നില്ല, കളറാണ്. ആ കളറാ ഇത് മേക്കപ്പ് ആട്ടോ, മേക്കപ്പ്. എങ്ങനെ നമ്മൾ മുരുകൻ അടിപൊളിയില്ലേ? പൂവൊക്കെ മേക്കപ്പ് ഇട്ടിട്ടാണ്. ഇങ്ങോട്ട് മുരുക ഇങ്ങോട്ടേ. അടർത്തിട്ടാരാ ഇനിയാണ് ഇതിൻ്റെ യഥാർത്ഥ ഹീറോ ഉണ്ടാവുന്നത്. അപ്പം അതൊന്ന് കാണാം. നിങ്ങളെല്ലാവരും വിചാരിക്കണ്ടാവും ഇപ്പോൾ ഇതെന്താ ഈ കത്തി കൊണ്ട് നീക്കണമെന്ന്. നമ്മുടെ കത്തി ഒന്ന് മൂർച്ചം കൂട്ടണം. പീച്ചങ്ങത്തിനോട് എന്തോ ദേഷ്യത്തിൽ മട്ടില്ല ഞാൻ ആ കവുങ്ങിൻ്റെ തടി മൂട്ടിയിരുന്നു. പിന്നെ അങ്ങോട്ട് രാഗാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ പച്ചക്കറി അറിയുന്ന പീച്ചങ്ങത്തെ ഇങ്ങോട്ട് മൂർച്ചം കൂട്ടി. മൂർച്ച ഉണ്ടോയെന്ന് അറിയാൻ നമ്മുടെ വാഴേൻ്റെ തണ്ട് ഇങ്ങോട്ട് വെട്ടി. പിന്നെ ഉന്നം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വാഴേനെ പീച്ചങ്ങത്തി കൊണ്ട് ഒരു കയറി. അച്ഛൻ കുറച്ച് ദിവസമായി എണ്ണിത്തട്ടല്ലേ, മാണിത്തട്ട എന്നൊക്കെ പറയും, അത് ഉപ്പേരി വെച്ച് തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരു തോട്ടി ഉണ്ടാക്കിയിട്ടാക്കുന്ന എണ്ണിത്തട്ട പറിക്കാനുള്ള പരിപാടിയാണ്. അതിന് നല്ലൊരു തെങ്ങിൻ്റെ മട്ടലെടുത്ത് അതിമ ആ പീച്ചങ്ങത്തെ കൊണ്ട് കെട്ടി പറിക്കാൻ പോവുകയാണ്. ഉപ്പേരി വെക്കാൻ ഒരു എണ്ണിത്തട്ട തികയില്ല എന്ന് കരുതിയപ്പോൾ വീട്ടിൽ നിന്ന് തോട്ടിയെടുത്ത് വരികയാണ്. കുറച്ച് ഉയരമുള്ള വാഴേൻ്റെ എണ്ണിത്തട്ട പറിക്കാൻ. രണ്ട് എണ്ണിത്തട്ടൊക്കെ പറിച്ച് വീട്ടിലെത്തി
ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ പിറകെ മഴ. ചെറുതായിട്ട് ആണെങ്കിലും ഭൂമിയിൽ നിന്ന് നനച്ച് തണുപ്പിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ അമ്മ ഒരുപാട് ഗുണങ്ങളുള്ള നമ്മുടെ വൻപയർ കഴുകിങ്ങോട്ടെടുത്ത്. കഴുകിയെടുത്തപ്പോഴോ ആളെ കാണാൻ ഉള്ളൊരു ചന്തയും. അതിനുശേഷം അമ്മേൻ്റെ വിലമതിക്കാനാവാത്ത അടുക്കള കയറി തുടങ്ങി പാചകം. ആദ്യം അതിൻ്റെ വീതനൊന്നും തൂത്ത് വൃത്തിയാക്കി. ഇപ്പോഴത്തെ കാലത്തൊന്നും ഇങ്ങനത്തെ ഓലക്കെട്ടുകൾ പല വീടുകളിലും കാണൂലെങ്കിലും ഇവിടെ ഈ ഓലക്കെട്ടുകൾ സുലഭമായിട്ട് കാണാൻ പറ്റും. അതാണ് ഈ അടുക്കളൻ്റെ പ്രത്യേകത. അമ്മേൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ആ ചന്തമുള്ള വൻപയറിനെ ഒരു ചട്ടിയിലാക്കി. സാധാരണ നമ്മൾ മുതിരട്ടാണ് ഈ എണ്ണിത്തട്ട വെക്കൽ. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് വൻപയറിട്ടൊന്ന് വെച്ച് നോക്കാം. അമ്മ പറഞ്ഞു വൻപയറിട്ട് വെക്കാം, നല്ല രസമുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു വൻപയർ ആദ്യം വേവിച്ച് എടുക്കുകയാണ്. നമ്മുടെ മാണിത്തട്ട അഥവാ എണ്ണിത്തട്ട അമ്മക്കണ് ചെറുതായിട്ട് അരിയാണ്. എൻ്റെ അച്ഛനാക്കണ് കൂടുതലായിട്ട് കൃഷി ചെയ്തത് വാഴയാണ്. അതിൻ്റെ കൂടെ പൂള വെക്കും, പിന്നെ ചേമ്പ് വെക്കും, ചേന വെക്കും, കാവത്ത് വെക്കും, എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു കൃഷിക്കാരനായിരുന്നു പണ്ട്. നമ്മൾ ഈ അരിഞ്ഞു വെച്ച് ഈ മാണിത്തട്ടയിലാകണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല ഇങ്ങനെ ഇതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ വേവായ വൻപയറിൽ നമ്മുടെ അരിഞ്ഞു വെച്ചത് ഇടുകയാണ്. ഇതിൽ കുറച്ച് കറിവേപ്പിലയും ഇടണം കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ പറിച്ചെടുത്ത ചീരാപറങ്കി മുളകും ചെറിയ കഷ്ണമാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ അടുപ്പത്തുള്ള ചട്ടിയൊക്കെ അടച്ചു വെച്ചിട്ട് അങ്ങനെ ഇരിക്കുക, അത് വേവോളം. അപ്പോഴാണ് പുറത്തുനിന്നൊരു ഒച്ച കേട്ടത്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ കോഴിക്കുട്ടീനെ ഒരു ഇറലാട്ടി വന്ന് റാഞ്ചാനുള്ള പരിപാടി. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോഴോ കോഴിക്കുട്ടിയുണ്ട് ഒരു ഇലേൻ്റെ താഴെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ എടുത്തു നോക്കുമ്പോഴോ അതിൻ്റെ പുറത്ത് പരിക്കുണ്ട്. കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ആ ഇറലാട്ടിനെ ഞാൻ അവിടുന്ന് എറിഞ്ഞ് പറത്തി വിട്ട്. തള്ളക്കോഴികൾ രണ്ടോ അമ്മേൻ്റെ പിന്നാലെ. കുറച്ച് എന്തെങ്കിലും ഒഴിക്കാൻ മയില് വെള്ളം 7 മുട്ട വെച്ചെടുത്തിട്ടേ ആകെ ഒന്നേ വിരിഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ കെട്ടുപോയി. അപ്പോൾ ഇതിനാണെങ്കിലോ റിലാട്ടി വന്ന് റാഞ്ചാൻ നോക്കുകയും ചെയ്തു. അതിന് മുറിയും പറ്റി. എന്തായാലും മരുന്നൊക്കെ വെച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. എന്തോ ആവോ തള്ളക്കോഴീനെയും കുട്ടീനെയും വേഗം അമ്മ കൂട്ടിലിട്ട് അടച്ച്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയൊക്കെ നോക്കിയിട്ടും ഒരു പരുന്ത് വന്ന് റാഞ്ചി കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തായാലും സങ്കടം ഉണ്ടാവും. അമ്മ ഉണ്ടാക്കിയ നമ്മുടെ എണ്ണിത്തട്ട ഉപ്പേരി എന്താ പൊളിച്ചില്ലേ, നല്ല അടിപൊളിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കുഞ്ഞൂസ് ടിപ്സിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചാനലിൽ ഇതുവരെയായിട്ടും ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ.